കൃപായുഗത്തിൽ എതിർ ക്രിസ്തു വരത്തില്ല. കണ്ടോ, സഭ എടുക്കപ്പെട്ടാൽ ഉപദ്രവത്തിലെ അവൻ വരത്തോളൂ. സ്വോത്രം. ഇന്ന് പല ഉപദേശിമാരും ഇറങ്ങിയിട്ടുണ്ട്, എതിർ ക്രിസ്തു ഇപ്പം വരുന്നു. എതിർ ക്രിസ്തു ഇപ്പം വരത്തില്ല. ദൈവസഭയ്ക്ക് പീഡയുണ്ട്, കഷ്ടമുണ്ട്. എന്നാൽ തൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവസഭയെ സാത്താൻ്റെ കയ്യിൽ എൻ്റെ കർത്താവ് കൊടുക്കത്തില്ല. അതാകെ എഴുതിയിരിക്കുന്നത്. 42 മാസം സഭ എടുക്കപ്പെട്ടാൽ 3.5 വർഷം ഉപദ്രവം. വായിക്കാം അടുത്ത വാക്ക്. അത് ദൈവത്തിന്റെ നാമത്തെയും അവന്റെ കൂടാരത്തെയും സ്വർഗത്തിൽ വസിക്കുന്നവരെയും ദുഷിക്കുവാൻ ദൈവദുഷണത്തിനായി വായു തുറന്നു. വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്യുവാൻ. യുദ്ധത്തിന്റെ ഇംഗ്ലീഷ് അഞ്ചക്കാരെന്ന് പറ. യുദ്ധത്തിന്റെ ഇംഗ്ലീഷ് ആരും മിണ്ടുന്നില്ല. സ്വോത്രം. യുദ്ധത്തിന്റെ ഇംഗ്ലീഷ് എന്തോ മക്കളെ? വാർ. 5W. സാത്താൻ റിലേറ്റഡ് ടു 5W. എന്താ അതിന്റെ അർത്ഥം? wounded man, wonderful man, worship needed man, വേഡഡ് man, he is need war. അങ്ങനെയെങ്കിൽ എന്താ കമ്പ്യൂട്ടർ? ഇനി സയൻസിലേക്ക്. കമ്പ്യൂട്ടറിന്റെ 1ാമത്തെ പതിപ്പ് 1945 P1 അമേരിക്ക ഫിലാഡൽഫിയ. 2 1961 അമേരിക്ക. 3 1978 അമേരിക്ക. നമ്പർ 4 1987 കമ്പ്യൂട്ടറിന്റെ 4ാം പതിപ്പ് വന്നു, പെന്റിയം 4. അന്നായി കാർഡ് ആദ്യമായിട്ട് വരുന്നത്. ട്രെയിൻ ബുക്ക് ചെയ്യാം, പ്ലെയിൻ ബുക്ക് ചെയ്യാം, ആഹാരം കഴിക്കാം, എല്ലാം കഴിക്കാം. P4. ശ്രദ്ധയോടെ ഇരിക്കണമേ. വെറും കാർഡ് പോരാ, കമ്പ്യൂട്ടറിനെ ഇത് റീഡ് ചെയ്യുവാൻ, ഈ സെഗ്മെന്റ് റീഡ് ചെയ്യാൻ ഒരു സാധനം കമ്പ്യൂട്ടറിൽ പോണ്ട്. അവൻ്റെ പേര് മൈക്രോ പ്രോസസർ. വെറും കാർഡ് ഇട്ടിട്ട് കാര്യമില്ല. കമ്പ്യൂട്ടറിനകത്ത് റീഡ് ചെയ്യാൻ ഇതങ്ങോട്ട് കൊടുത്താൽ അകത്തൊരുത്തനുണ്ട് മൈക്രോ പ്രോസസർ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഇത് ചിന്തിക്കുമ്പോൾ പറയാം, എല്ലാ കാർഡിനകത്തും 6 നമ്പർ. ATM കാർഡിൻ്റെ സിം പോലെ ഈ ടൈം എടുത്താൽ, നിങ്ങളുടെ മൊബൈൽ സിം കാർഡ് എടുത്താൽ 6. തീർന്നില്ല. നിങ്ങളുടെ വീട്ടിൽ എയർടെൽ, DTH അതേത് കൊടുത്താലും ഇതിനകത്ത് 6 അക്കം ലോകം ഒരുവൻ്റെ കയ്യിൽ. അങ്ങനെയെങ്കിൽ ഇന്നത്തെ കാര്യം അറിയാമോ? പുതിയ നോട്ട് കിട്ടി എത്ര പേരുണ്ട് വല്ലവർക്കും അറിയാമോ? നമ്മുടെ നോട്ടിനകത്തെല്ലാം പണ്ടൊരു സ്റ്റീൽ കമ്പിയായിരുന്നു. ഇപ്പം കണ്ടില്ലേ 6 സെഗ്മെൻ്റ് ഉണ്ട്. 1, 2, 3, 4, 5, 6. ഇതിൻ്റെ പേരാ ചെസ്റ്റ്. അപ്പച്ചൻ 5 മെഷീനിൽ കൊണ്ട് ECG എടുക്കുന്നതല്ലേ ഈ സംഭവം? ചെസ്റ്റ്. പറയാം. നോട്ടടിക്കുന്നത് RBI, കൊണ്ടുവരുന്നത് തിരുവനന്തപുരം പാളയം, കൊല്ലം ജില്ലയ്ക്ക് കൊടുക്കുന്നത് തിരുവനന്തപുരം കൊല്ലത്തെ ചിന്നക്കട മെയിൻ SBI. അവർ കൊടുക്കുന്ന നോട്ടിൻ്റെ എല്ലാം ചെസ്റ്റ് എടുക്കും. അഞ്ചലും ഏരൂറും ഐലറയും എവിടെല്ലാം കൊടുത്ത നോട്ടെല്ലാം അവരയിലുണ്ട്. നാളെ ബുധനാഴ്ച ബാങ്കുണ്ട്. ബാങ്കിൽ പോയി നോക്കണം. നല്ലൊരു പെൺകുട്ടി ഇങ്ങനെ നോട്ടെണ്ണിക്കൊണ്ടിരിക്കും. പെൺകുട്ടിയുടെ മുഖത്ത് നോക്കാനല്ല, എണ്ണുന്ന മെഷീന് നോക്കണം. സ്വോത്രം. പണ്ടത്തെ മെഷീൻ 10 നോട്ട്. ഇപ്പോൾ ഒരു വലിയ മെഷീനുണ്ട് 500 നോട്ട് എണ്ണുന്നത്. സംശയം. ഇപ്പോൾ ഞാനിവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക, സയൻസ് കേൾക്കണം. ഇപ്പോൾ എൻ്റെ മൊബൈൽ സൈലൻ്റ്. ഈ സമയത്ത് ഒരുപക്ഷെ റേഞ്ച് കാണിയില്ല. ഞാൻ വിളിക്കുന്ന ഒരു വ്യക്തിയോട് ഒരാൾ പറയുക, ഇപ്പം പരിധിക്ക് പുറത്താന്ന്. പറയുന്നത് ആരാ? എൻ്റെ ഭാര്യയാണെന്നു, മക്കളാണെന്നു? അല്ല, കമ്പ്യൂട്ടറാണ് പറയുന്നത്. സ്വോത്രം. പരിധിക്ക് പുറത്ത്. അങ്ങനെയെങ്കിൽ തമിഴ്നാട്ടിൽ മൊബൈലുമായിട്ട് പോയ ആരെങ്കിലും ഉണ്ടോ? ഒന്ന് കൈ ഉയർത്താം. തമിഴ്നാട്ടിൽ മൊബൈലുമായിട്ട് പോയ ആരെങ്കിലും ഉണ്ട് എന്ന് കൈ ഉയർത്താം. സ്വോത്രം. അനവധി പേരുണ്ട്. സ്വോത്രം. ആ സഹോദരന്മാർ ഇവിടുന്ന് പാറശാല കളിക്കാവിള കഴിഞ്ഞു, നേരെ വണ്ടി ഇരുന്നുറങ്ങുക. ഒരു മെസ്സേജ്, കീക്കി കൂക്കു കൂക്കു, വെൽക്കം ടു സെൽവൻ തമിഴ്നാട്. വീട്ടിൽ ഇരിക്കുന്ന അച്ചായനും അറിഞ്ഞില്ല, അമ്മാമയും അറിഞ്ഞില്ല. പുള്ളിക്കാരൻ പാറശാല പോയത്, അപ്പുറത്ത് ചാടിയത്. ആരറിഞ്ഞു? മൊബൈൽ. അവിടെ ചെന്ന് ചപ്പാത്തിയൊക്കെ കഴിച്ച് ഒരു ജോഡി ഡ്രസ്സും മേടിച്ച് തിരിച്ച് കളിക്കാവിള നെയ്യാറ്റിക്കര വരുമ്പോൾ അടുത്ത മെസ്സേജ്, വെൽക്കം ബാക്ക് BSNL കേരള. ഇതാരാ കാണുന്നത്? സ്വോത്രം. പറഞ്ഞുതരാം. നാളെ രാവിലെ അഞ്ചൽ പുനലൂർ റൂട്ട് നോക്കിയാൽ മതി, ഫാസ്റ്റ് പോകും. GPS ഇതെല്ലാം ഇലക്ട്രോണിക് കൊടുത്തിരിക്കുക. അങ്ങനെയെങ്കിൽ 400 പര സാറ്റലൈറ്റ് ഇന്ന് ആകാശത്തിലുണ്ട്. ഗലീലിയോ. അതാ നമ്മൾ ഈ മറുകണ്ഠം ചാടുമ്പോൾ മെസ്സേജ്. തമിഴ്നാട്ടിൽ പോകുമ്പോൾ വെൽക്കം ടു സെൽവൻ, മടങ്ങി വരുമ്പം BSNL. അങ്ങനെയെങ്കിൽ ഇനിയുള്ള ടെക്നോളജി. ഏരൂര തോമാച്ചായൻ, അങ്ങനെ ഒരു അച്ചായനുണ്ട്, ക്ഷമിക്കണം, ഇതൊരു ഉദാഹരണത്തിന് വേണ്ടി പറയുക. നാട്ടുകാരെയും പറ്റിച്ച് വീട്ടുകാരെയും പറ്റിച്ച് 2 കോടി രൂപ ബാഗിൽ നിന്ന് എടുത്ത് വെച്ചിരിക്കുക, ടാക്സ് കൊടുക്കാതെ. എവിടെ ഇട്ടിരിക്കുന്നതെന്നറിയാമോ? റബ്ബറും തോട്ടത്തിൽ പുകപ്പരയ്ക്കകത്ത്. അഞ്ചലിൽ ഇങ്ങനെ മെഷീൻ ഇങ്ങനെ കൗണ്ട് ഔട്ട് ചെയ്തപ്പോൾ ഈ പെൺകുട്ടിയോട് ഇൻ്റർനെറ്റ് പറഞ്ഞു, ചേച്ചി ഇവിടെ ഇറങ്ങിയ ചില നോട്ടിൻ്റെ ചേട്ടനെ അനിയനെ കാണുന്നില്ല. ചേച്ചി ഉടനെ മാനേജരോട് പറഞ്ഞു, പൂജപ്പുര SBI ഹെഡ്ക്വാർട്ടേഴ്സ് മെസ്സേജ് അയച്ചു. അവർ പറഞ്ഞു അവിടെ ഇറങ്ങിയ നോട്ടിൻ്റെ ചെസ്റ്റ് തരാൻ പറഞ്ഞു. അവർ നേരെ മംഗൾയാൻ ISROയ്ക്ക് കൊടുത്ത്
അഞ്ചലേക്കൊന്ന് കറക്കാൻ പറഞ്ഞു. ആയൂരും അഞ്ചലും ഏരൂരും കുളത്തൂപ്പുഴയും ചണ്ണപ്പട്ടയും ഒന്ന് കറങ്ങിയപ്പോൾ അഞ്ചൽ അഗസ്ത്യക്കോട് അവറാച്ചായൻ 2 കോടി രൂപ തോട്ടത്തിനകത്ത് കുഴിച്ചിട്ടിരിക്കുന്നു. ആര് പറഞ്ഞില്ല? അച്ചായന് പറഞ്ഞില്ല ടാക്സ് കൊടുക്കണ്ട. അങ്ങനെ ഇരുന്നപ്പോൾ ISRO നല്ല കറക്ക്. ആര് പറഞ്ഞില്ല? രാത്രി അച്ചായ ഉറങ്ങാൻ കിടന്ന് നോട്ടുള്ള അച്ചായമാർക്ക് ഉറക്കം വരത്തില്ല. നല്ലൊരു പാട്ട്, എന്താ അതിശയമേ ദൈവത്തിന് സ്നേഹം. ഏലിയാമ്മ കൊച്ചമ്മ നല്ല ചായ അവിടെ ഇട്ട് വെച്ചിരുന്നു, നോട്ടിരിക്കുന്നുണ്ട്. രാവിലെ 5:30 ഞങ്ങൾ TV-യിലേക്ക് നോക്കും. അച്ചായൻ നോട്ടിലേക്ക് നോക്കിയൊരു പാട്ട്, മനമേ പക്ഷി ഗണങ്ങി. അപ്പോഴാ 4 പേര് വാദക്ക കോളിംഗ് ബെൽ. 1 ആദായ നികുതി, 2 റവന്യൂ, അത് കഴിഞ്ഞിട്ട് പോലീസിന്റെ ഒരു GD. അച്ചായനോട് പറഞ്ഞു, അച്ഛാ ആ പുകപ്പര തുറക്കണം. അച്ചായൻ പറഞ്ഞു, എന്തിനാ തുറക്കുന്ന? റബ്ബർ വെട്ടുമില്ല, ഒന്നുമില്ല, ഒരു പൈസയില്ല. ആ സമയത്ത് അവര് പറഞ്ഞു, പോയി തുറന്നേ പറ്റൂ. കമ്പിപ്പാര വെച്ച് പുകപ്പര തുറന്നപ്പോൾ അഞ്ചലും സകല സ്ഥലത്തു നിന്ന് കള്ളു കുടിക്കാൻ ഓരോരുത്തർക്ക് 1000 കൊടുത്തിട്ട് കെട്ടിയ 2 കോടി രൂപയുടെ നോട്ട്. അച്ചായനോട് ആദായ നികുതി കവടിയാർക്കാർ പറഞ്ഞു, ഗാഡി കാന്തർ ബൈട്ടോ ഇരുന്നോളാം പറഞ്ഞു 2 കോടിക്ക്. സ്വോത്രം. നിങ്ങൾക്ക് സംശയം 7 കേസാ. പാൻ കാർഡ് കൊടുത്തില്ല, കാര്യം കൊടുത്തില്ല. ഇത് ഞാൻ ചെന്നൈ സെൻട്രൽ CSIയുടെ കൺവെൻഷൻ പ്രസംഗിക്കാൻ പോയി. അവിടുത്തെ മുഖ്യ സംഘാടകർ എന്നെ ചെന്നൈയിലെല്ലാം കൊണ്ട് കാണിച്ചപ്പോൾ അതിലൊരു സഹോദരൻ എന്നോട് പറഞ്ഞു, സാറ് കാണണം, സ്നേഹത്തോടെ പറഞ്ഞു, ഇത് തമിഴ്നാട്ടിലെ ചീഫ് സെക്രട്ടറിയുടെ വീടാ, ഇവിടെ ഒരു സംഭവം നടന്നെന്ന്. ഞാൻ ചോദിച്ചു, എന്തുവാ സംഭവം? തമിഴ്നാട്ടിലെ ചീഫ് സെക്രട്ടറി ചാക്കിനകത്ത് കെട്ടിവെച്ചിരുന്ന നോട്ട് ISRO വഴി കക്കൂസിന്ന് പൊക്കിയെടുത്തെന്ന്. സ്വോത്രം. ടെക്നോളജി കണ്ടില്ലേ? അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ഒരു കാര്യം പറയാം. നോട്ട് എവിടെ കുഴിച്ചിട്ടാലും പൊക്കുന്നൊരു കാലം വരാൻ പോകുക. കണ്ടില്ലേ? 50 കോടിയുടെ തോപ്പിൽ ജോപ്പയും പോയി, 75ന്റെ പുലിമുരുകൻ പോയി, 100ന്റെ കബാലിയും പോയി, 110ന്റെ മെർസലും പോയി, 130ന്റെ രാമലീലയും പോയി. യഥാർത്ഥ പുലി ഇവിടെ വെളിപ്പെട്ടിരിക്കുക. കേരള പോലീസ് പൾസർ സുനിയെ കറക്കുന്നത് പോലെ അഞ്ചൽ കറക്കിയാൽ എവിടെ കിടക്കുന്ന നോട്ടും പൊക്കാൻ പറ്റും. ടെക്നോളജി. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി നോട്ടിൻ്റെ കാര്യം പറഞ്ഞപ്പോഴേ സുവിശേഷ കോളത്തിൽ ഇപ്പം നോട്ട് പലരെയും വീട്ടിൽ വെച്ചിരിക്കുന്ന നോട്ടെണ്ണുന്ന മെഷീൻ. പെന്തിക്കോസിലെ പാസ്റ്റർമാർ, അച്ഛന്മാർ, തിരുമേനിമാർ, ചില അപ്പച്ചന്മാർ രാവിലെ എഴുന്നേറ്റ് പാടിക്കൊണ്ടിരിക്കുന്ന എന്താ? എണ്ണി എണ്ണി സ്തുതിക്കുവാൻ എണ്ണമില്ലാത്ത കൃപകളിനായി. ചില അച്ഛന്മാർ പാടിക്കൊണ്ടിരിക്കുന്ന നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി. സത്യം. റെക്കോർഡ് ഇത് ചെയ്താലും കുഴപ്പമില്ല. കർത്താവിൻ്റെ പേര് പറഞ്ഞ് പണം അടിച്ചു മാറ്റി അച്ഛനായാലും പാസ്റ്ററായാലും തിരുമേനിയായാലും അയ്മേനിയായാലും പട്ടക്കാരനായാലും ദൈവസന്നിധി കണക്ക് കൊടുക്കേണ്ടി വരും. കൊടുത്തവരെ വല്ലതും അറിയാമോ? പണ്ട് പള്ളിക്കമ്മിറ്റി സെക്രട്ടറി വല്ലവർക്കും അറിയാമോ? സ്വോത്രം. അവൻ്റെ പേരായിരുന്നു ആക്കാൻ. യോശുവ എരികോക്കോട്ട പിടിക്കാൻ പോയപ്പോൾ ആക്കാനെയും കൂടെ കൂട്ടി. ആക്കാൻ യോശുവ അറിയാതെ ഒരു പെട്ടിയാട്ടവും കൊണ്ടുപോയി. സ്വോത്രം. മൊത്തം ഇഞ്ഞ് വീട്ടിൽ കൊണ്ടുവന്നു. സ്വോത്രം. പള്ളിക്കമ്മിറ്റിയുടെ സെക്രട്ടറിയെ സ്വോത്രം. മിണ്ടിയില്ല. എരികോ കഴിഞ്ഞ് അടുത്തത് കായിലേക്ക് ഒരു പരിപാടിക്ക് പോയി. ആ സമയത്ത് ഒരു കാര്യം നടന്നു. യോശുവ പരാജയപ്പെട്ടു, പ്രാർത്ഥിച്ചു. ഉടനെ സ്വർഗ്ഗ യോശുവോട് പറഞ്ഞു, ചുമ്മാതെ പട്ടിണിക്കഞ്ഞി കുടിക്കാരി ആക്കാൻ്റെ വീടൊന്ന് ലൈവ് എടുക്കാൻ പറഞ്ഞു. സ്വോത്രം. അപ്പോഴാ എരികോയി കിടന്ന സാധനം ആക്കാൻ്റെ വീട്ടിൽ കിടന്ന് കാണിച്ചത് സെക്രട്ടറി. കുടുംബം മുഴുവൻ ആക്കോർ താഴ്വരയിൽ കല്ലെറിയപ്പെട്ടു കൊന്നു. കണ്ടോ? ദൈവത്തിൻ്റെ ഹിതമല്ലാതെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കിട്ടിയ കാശ് മക്കളുടെ പേരിലും മരുമക്കളുടെ പേരിലും ബാങ്കിനകത്ത് ലോൺ ഇട്ടാൽ അല്ല കൊണ്ട് FD ഇട്ടാൽ എല്ലാ പാസ്റ്റർമാരെയും ദൈവം അടിക്കും. സ്വോത്രം. തീർന്നില്ല. 2. അടുത്തതൊരു പ്രവാചകൻ. അവൻ്റെ പേര് അബിലയാം. കണ്ടോ? നല്ല ദൂത് പറയാൻ പോയവൻ ബാലാക്കിൻ്റെ കൊട്ടാരത്തിൽ ചെന്നപ്പോൾ സാംസങ് മൊബൈലിൽ നിന്ന് കാര്യമൊക്കെ എടുത്ത് ദൈവം പറഞ്ഞ ദൂതെല്ലാം മാറ്റി വിട്ടോ അവന്. സ്വർഗത്തിലെ ദൈവം ഇസ്രയേലിലൊരു പ്രവാചകൻ നല്ലതുപോലെ അടക്കപ്പെടേണ്ടതാ. ദൈവത്തിൻ്റെ വചനം വിട്ട് സഞ്ചരിച്ച പ്രവാചകനെ കുത്തുകിട്ടി കൊന്നു കളഞ്ഞു. കണ്ട് ആവശ്യം ദൈവം അവൻ അവസരം കൊടുത്തു. 1. കഴുത വയലിലേക്ക് ഓടി ഇറങ്ങി താഴെ മുട്ടുമടക്കണമായിരുന്നു. 2. അവൻ്റെ കാൽ ഭിത്തിയിൽ ഉരഞ്ഞു, എന്നിട്ടും അവൻ കൊണപ്പെട്ടില്ല. 3. കഴുതയെ അടിച്ചപ്പോൾ കഴുത എബ്രായ ഭാഷയിൽ സംസാരിച്ചിട്ട് പോലും പ്രവാചകൻ ദൈവസന്നിധി മടങ്ങി വന്ന് ഏറ്റുപറയാതെ ഇരുന്നപ്പോൾ സ്വർഗത്തിലെ ദൈവം അവനെ വെട്ടി. പള്ളിക്കമ്മിറ്റി സെക്രട്ടറിക്കും വെട്ട് കിട്ടും. തീർന്നില്ല. പ്രവാചകനും കിട്ടും. കൊച്ചു പാസ്റ്റർക്ക് കിട്ടും, പാസ്റ്റർക്കും കിട്ടും. കണ്ടില്ലേ? ഏലിയാവ് കഴിഞ്ഞിട്ട് വേറൊരാളെ കിട്ടി, ഏലീശ. അത് കഴിഞ്ഞിട്ട് വേറൊരുത്തനെ കിട്ടി, ഗേഹസി. നയമാൻ എന്ന് പറയുന്നൊരു നല്ല പുള്ളിക്കാരൻ, ഉപപ്രധാനമന്ത്രി, ഏലീശയുടെ മുമ്പിൽ സൗഖ്യത്തിന് വന്നു. പാട്ടുപാടി പ്രാർത്ഥിച്ചു. തിരുമേശയും കർത്തൃമേശയും സ്നാനമൊക്കെ നടന്നു. പക്ഷേ
യവൻ്റെ മൊബൈൽ എവിടെ ആയിരുന്നെന്നറിയാമോ? നയമാൻ്റെ രഥത്തിനകത്തായിരുന്നു ഗേഹസിയുടെ മൊബൈൽ. കൊച്ചു പാസ്റ്റർ സ്വോത്രം, ഡ്യൂപ്ലിക്കേറ്റ്. അവസാനം ഗേഹസി എന്ത് ചെയ്തു? നയമാൻ്റെ രഥത്തിൽ സകല സാധനവും വീട്ടിൽ കൊണ്ടുവന്ന് കുഴിച്ചിട്ട് പിറ്റേ ഞായറാഴ്ച ചർച്ചിൽ പോയി നല്ല ഒരു ഉടുപ്പൊക്കെ ഇട്ട് എന്ന് ഞായറാഴ്ച അവൻ പാടും, കണ്ണുനീർ എന്ന് മാറുമോ, വേദന എന്ന് തീരുമോ. ആ ഞായറാഴ്ച കാശ് വീട്ടിലെത്തിയപ്പോൾ അവൻ പാടി, നീങ്ങിപ്പോയി എൻ്റെ ഭാരങ്ങൾ, മാറിപ്പോയി എൻ്റെ ശാപങ്ങൾ. ഏലീശയ്ക്ക് അപ്പം പിടികിട്ടി എന്തോ കുഴപ്പം പറ്റിയെന്ന്. സോദരൻ, ഏലീശ ഒറ്റ ചോദ്യം ചോദിച്ചു. അർത്ഥം, ദൈവത്തിന് ഗീതമല്ലാത്ത കാശ് കൈകാര്യം ചെയ്ത പള്ളി സെക്രട്ടറിയെ വെട്ടി. സ്വോത്രം, സഭയിലെ പ്രവാചകനെയും വെട്ടി. തീർന്നില്ല, അടുത്ത് ഓർഡിനേഷൻ കിട്ടേണ്ട പാസ്റ്ററേയും വെട്ടിയെങ്കിൽ ഇന്ന് രാത്രി ലൈവിൽ ആരൊക്കെ എന്നെ കേട്ടാലും കണ്ടാലും ഏതിൽ നീ വീണിരിക്കുന്നെന്ന് അറിഞ്ഞ് ഇന്ന് രാത്രി മാനസാന്തരപ്പെട്ട് മടങ്ങി വന്നാൽ നിനയാത്ത നാഴികയിൽ നാഥൻ വരുമ്പോൾ നിനക്കുള്ള കിരീടം നഷ്ടപ്പെടുത്താതെ ഇന്ന് രാത്രി അത്തിമരത്തിലിരുന്ന സക്കായി വചനം കേട്ട് താടി ഇറങ്ങിയതുപോലെ ഇന്ന് രാത്രി സന്ദേശം കേൾക്കുന്ന ദൈവമക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഏതിൽ നിന്ന് വീണിരിക്കുന്നെങ്കിൽ ധനം സ്വർഗത്തിൽ എത്തിക്കത്തില്ല, പണം സ്വർഗത്തിൽ എത്തിക്കത്തില്ല, മാനം ഒന്നുമല്ല എത്തിക്കുന്നത് അവന്റെ വചനമെങ്കിൽ ഇന്ന് രാത്രി ദൈവസഭ മടങ്ങി വരട്ടെ, ദൈവമക്കൾ മടങ്ങി വരട്ടെ, പാസ്റ്റർമാർ മടങ്ങി വരട്ടെ, പട്ടക്കാർ മടങ്ങി വരട്ടെ, അച്ഛന്മാർ മടങ്ങി വരട്ടെ, തിരുമേനിമാർ മടങ്ങി വരട്ടെ. ന്യായവിധിയുടെ നാളിനകത്ത് സർവശക്തന്റെ മുൻപിൽ ന്യായാസനത്തിന് മുമ്പിൽ നിന്നെ കൊണ്ടിരുത്തുമ്പോൾ ലൈവ് കാണുന്നത് പോലെ ഇരുത്തും വച്ചാൽ സ്വോത്രം. ഇതുകൊണ്ടൊക്കെ അല്ലയോ ഈ വലിയ നേതൃത്വങ്ങളൊന്നും ഞങ്ങളെ ആരെയും വിളിക്കുകയല്ല. സ്വോത്രം, എന്തിനാ വിഷമിക്കുന്നത്? ഇരിക്കുന്ന പുള്ളിക്ക് നെഞ്ചത്ത് കുത്ത് കിട്ടും, അതുകൊണ്ട് ഞങ്ങളെ ഒന്നും വിളിക്കുകയല്ല. സ്വോത്രം, കട്ടവനല്ല കടിക്കത്തുള്ളൂ, അല്ലാത്തവർക്ക് കുഴപ്പമില്ലല്ലോ. സ്വോത്രം. അങ്ങനെയെങ്കിൽ അടുത്ത കാര്യം, കമ്പ്യൂട്ടറിന്റെ 4.5 പതിപ്പ് വരുന്നു. എർവിൻ, എമോഷണൽ, റോബോട്ടിക്, വയർലെസ്, ഇന്റർനെറ്റ്, നെറ്റ്വർക്ക്. കമ്പ്യൂട്ടർ മനുഷ്യനെ കൊല്ലും. കൊല്ലം കളക്ടറേറ്റ് പൊട്ടി. ഇനി എല്ലാ സയൻസ്. ലിഥിയം ബാറ്ററി, ചോറ്റുപാത്രത്തിൽ ലിഥിയം ബാറ്ററി വെച്ചിട്ട് കൊല്ലം കളക്ടറേറ്റ്. മലപ്പുറം കളക്ടറേറ്റ് പൊട്ടി, ലിഥിയം ബാറ്ററി. അങ്ങനെയെങ്കിൽ എങ്ങനെ കമ്പ്യൂട്ടർ മനുഷ്യനെ കൊല്ലും? 2 വർഷം കഴിഞ്ഞ് അഞ്ചൽ VV ഓഡിറ്റോറിയത്തിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ ലൈറ്റെല്ലാം മാറും. വരുന്നു LED LCD ലൈറ്റ്. ഇന്നത്തെ കമ്പ്യൂട്ടർ 14 ഇഞ്ച് ലാപ്ടോപ്പ്. 14 ഇഞ്ച് ലാപ്ടോപ്പിന് 4 തലങ്ങൾ. ഒന്നാമത്തെ തലം, അതിൻ്റെ അടിയിൽ ലിഥിയം ബാറ്ററി. 2 ബേസ്ബോൾ. 3 ഇന്നത്തെ മൊബൈൽ ലാപ്ടോപ്പ് സ്ക്രീൻ. 2 എക്സ്റേ. എക്സ്റേയുടെ സൈഡ് സീരിയൽ ബൾബാ നിങ്ങൾ ടച്ച് ചെയ്യുമ്പോൾ പ്രദർശിപ്പിക്കുന്നത്. ശ്രദ്ധയോടെ കാര്യം, 14 ഇഞ്ച് കമ്പ്യൂട്ടറിനെ അഞ്ചലിരിക്കുന്ന ഒരു പെൺകുട്ടി, എവിടെ ഇരിക്കുന്ന ഒരു ചെറുപ്പക്കാരനുമായിട്ട് കമ്പനിയാണെന്നറിയാമോ? ചെന്നൈയിലിരിക്കുന്ന ചെറുപ്പക്കാരനുമായിട്ട് കമ്പനി. ഈ പെൺകുട്ടി രാത്രി അവനുമായി ചാറ്റ് ചെയ്യും. രാത്രിയിൽ അവൻ സംസാരിക്കും, അവൻ ചില കാര്യം പറയും, അവൾ അനുസരിക്കത്തില്ല. അപ്പോൾ അവളുടെ കമ്പ്യൂട്ടർ മെയിൽ ID-യിലേക്ക് ഒരു മെസ്സേജ് അയക്കും. ആ മെസ്സേജിന്റെ പേര് എക്സ്പ്ലോസീവ് മെസ്സേജ് വിത്ത് വൈറസ്. പറയാം, നിങ്ങളുടെ കയ്യിലെല്ലാം മൊബൈലുണ്ട്. ഒരു മനുഷ്യന്റെ മൊബൈലിൽ 100 മെസ്സേജ് വന്നു കഴിഞ്ഞാൽ മൊബൈൽ എഴുതി കാണിക്കും, ചേട്ടാ എനിക്ക് ഇനി സമയമില്ല, ഡിലീറ്റ് ചെയ്തെങ്കിലേ ബാക്കി കിട്ടത്തുള്ളൂ. അങ്ങനെയെങ്കിൽ ഈ മെസ്സേജ് ചെന്നൈയിലിരിക്കുന്ന ചെറുപ്പക്കാരൻ അഞ്ചലിരിക്കുന്ന പെൺകുട്ടിയുടെ മൊബൈലിലേക്ക് അയക്കും. ശ്രദ്ധയോടെ ഇരിക്കണം. അഞ്ചലിരിക്കുന്ന പെൺകുട്ടി, നമ്മുടെ പെൺകുഞ്ഞുങ്ങൾ ആരും വിഷമിക്കരുത്. ഇപ്പം എങ്ങനെ ഇരിക്കുന്നത്? ലാപ്ടോപ്പിൻ്റെ മുമ്പിൽ ഏതാണ്ട് കടിച്ചിന്നായിരിക്കുന്ന പോലെ മുടിയും ഷോളും ഒക്കെ ഇട്ടിരിക്കുന്ന. സ്വോത്രം. ഈ എക്സ്പ്ലോസീവ് മെസ്സേജ് ഇങ്ങോട്ട് വന്നാൽ ലിഥിയം ബാറ്ററി ചൂടാവും. സപ്ലൈ സ്ക്രീനിലേക്ക് ഓടും. ഓടുന്ന സമയത്ത് ബൾബ് പൊട്ടും. LED സീരിയൽ. നോക്കിയിരിക്കുന്ന പെൺകുട്ടിയുടെ മുഖം തീ കൊണ്ട് കത്തി കമ്പ്യൂട്ടർ മനുഷ്യനെ കൊല്ലും. ഇന്റർനെറ്റ് മർഡർ. ഞാനല്ല പറഞ്ഞത്. 2014 ഇന്ത്യയുടെ പ്രധാനമന്ത്രി ബ്രിട്ടനിൽ പോയി ഡേവിഡ് കാമറൂൺ. ഡേവിഡ് കാമറൂൺ ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് പറഞ്ഞു, സാർ സൂക്ഷിക്കണം, ഇന്ത്യയിൽ ഇന്റർനെറ്റ് മർഡർ, കമ്പ്യൂട്ടർ മനുഷ്യനെ കൊല്ലും. തീർന്നില്ല. ഇന്ത്യൻ പ്രധാനമന്ത്രി ഇസ്രായേലിൽ പോയി. ലോകത്തിലെ ഏറ്റവും വലിയ രഹസ്യാന്വേഷണ സംഘടന ഇസ്രായേൽ. അവർ ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് പറഞ്ഞു, സാറേ ശ്രദ്ധിക്കണം, കമ്പ്യൂട്ടർ മനുഷ്യനെ കൊല്ലും. അങ്ങനെയെങ്കിൽ ഈ മെസ്സേജ് വന്നാൽ മനുഷ്യനെ കമ്പ്യൂട്ടർ കൊല്ലും. 4.5 പതിപ്പ്. അഞ്ചൽ പെട്രോൾ പമ്പിൽ പെട്രോൾ അടിക്കാൻ പോയി ആരെങ്കിലും ഉണ്ട് ഒന്ന് കൈ ഉയർത്താം. അഞ്ചൽ പെട്രോൾ പമ്പിൽ ഒന്ന് കൈ ഉയർത്താം. പെട്രോൾ അടിക്കാൻ പോയ ദൈവദാസന്മാരെ പേടിക്കണ്ട, നിങ്ങളുടെ ഫോട്ടോ ഒന്നും ഇന്റർനെറ്റിൽ വരത്തില്ല, ഞാൻ പറഞ്ഞേക്കാം. സ്വോത്രം. അങ്ങനെയെങ്കിൽ കൈ ഉയർത്തിട്ട് പേടിക്കണ്ട. അഞ്ചൽ പെട്രോൾ പമ്പിൽ നിങ്ങൾ ചെല്ലുമ്പോൾ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, സ്വിച്ച് ഓഫ് യുവർ മൊബൈൽ. ഈ ബോർഡ് കണ്ട ആരെങ്കിലും ഉണ്ട് ഒന്ന് കൈ ഉയർത്തും. സ്വോത്രം.
ഇപ്പൊ അമ്മമാര് കൈ ഉയർത്തുന്നത്. സ്കൂട്ടറെ പെട്രോടിക്കാൻ പോയപ്പോൾ കണ്ടിട്ടില്ലേ? നിങ്ങൾ അവിടെ നിന്ന് സംസാരിച്ച എന്തോ കുഴപ്പം, പെട്രോൾ പമ്പിൽ അടിക്കുന്ന മിനിമം ഒരു കുഴപ്പമില്ല. ആ സമയത്ത് ഈ മൊബൈലിനകത്തൊരു വല്ലാത്ത മെസ്സേജ് വന്നു കഴിഞ്ഞാൽ, അല്ലെ ഒരു നല്ല സന്ദേശം അല്ലാത്തത് വന്നാൽ, ഇതിനകത്തെ ബാറ്ററി, ഇന്നത്തെ ഹൈ പോസിറ്റീവ്നെസ് ബാറ്ററി ഒന്ന് ചൂടായാൽ, അവിടെ ഒരു സ്പാർക്കിങ് നടന്നാൽ, പെട്രോളിന്റെ ഗണ്ണും പിടിച്ചിരിക്കുന്ന പെങ്കൊച്ചിന്റെ അടുത്തേക്ക് ഒരു തീ അടിച്ചാൽ അഞ്ചൽ തീഗോളമാകും. അതുകൊണ്ട് iOS എഴുതി വച്ചിരിക്കുന്ന സ്വിച്ച് ഓഫ് യുവർ മൊബൈൽ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ടെക്നോളജി കണ്ട തലമുറയോട് ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, എല്ലാറ്റിൻ്റെയും അവസാനം വന്നിരിക്കുന്നു. മൊബൈലും ഇന്റർനെറ്റും കമ്പ്യൂട്ടറിന് വഴി സ്വാധീനിച്ച് കൊല്ലുന്ന ഒരു കാലത്തിലേക്ക് ലോകം വരുന്നു. തീരാൻ പോവുക കാലം. അങ്ങനെയെങ്കിൽ 4.5 പതിപ്പ് എർവിൻ. ഒറ്റ പെട്രോൾ പമ്പിൽ മൊബൈൽ ഓണാൻ വെക്കാൻ പറ്റത്തില്ല. വെമ്പായം ഒരു പെട്രോൾ പമ്പിൽ അടിച്ചുകൊണ്ടിരുന്നപ്പോൾ വല്ലാത്തൊരു മെസ്സേജ് വന്നത്. വെമ്പായത്തെ ഒരു പെട്രോൾ പമ്പ് കത്തിപ്പോയി സെക്കൻഡുകൾ കൊണ്ട്. അതാ ഇന്നത്തെ പെട്രോളിനകത്ത് സ്വിച്ച് ഓഫ് യുവർ മൊബൈൽ. 4.5 പതിപ്പ് വരുന്നു. എർവിൻ, ഇന്റർനെറ്റ് മർഡർ, കമ്പ്യൂട്ടർ മനുഷ്യനെ കൊല്ലും. പത്തനംതിട്ട ജില്ല അടൂർ വടക്കടത്ത് കാവ്യ ഒരുത്ത സംസാരിച്ചുകൊണ്ടിരുന്നു. കുണ്ടുകാട് സാബുവും വേണ്ടായിരുന്നു, തമ്മന ഷാജിയും വേണ്ടായിരുന്നു. മൊബൈൽ പൊട്ടിത്തെറിച്ചു മരിച്ചു. അടൂർ മൊബൈൽ സംസാരിച്ചു. തീർന്നില്ല. വിഴിഞ്ഞത്ത് ഒരു ചെറുപ്പക്കാരൻ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ മൊബൈൽ ചൂടായി. ചെന്നൈയിൽ ഒരു ചെറുപ്പക്കാരൻ കാർ ഓടിച്ചുകൊണ്ട് പോയി. ആ സമയത്ത് മൊബൈലിൽ ഒരു മെസ്സേജ് വന്നു. ആ മെസ്സേജിന്റെ എളുപ്പത്തിൽ മൊബൈൽ പൊട്ടി കാറടക്കം കത്തി. അതുകൊണ്ടല്ലേ ഇന്ന് ചേട്ടന്മാരെ ചേച്ചിമാരുടെ മൊബൈലിൽ വരുന്നത്, നിങ്ങൾ അറിയാത്ത കോളുകൾ വന്നാൽ എടുക്കരുത്, അറിയാത്ത മെസ്സേജ് വന്നാൽ എടുക്കരുത്. കാലം തീരാറായി, കാന്തൻ വരാറായി. കണ്ടോ, 4.5 പതിപ്പ് കഴിഞ്ഞു. വരാൻ പോകുന്നു 5ാമത്തെ കമ്പ്യൂട്ടർ. അതിന്റെ പേരാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ബ്ലൂ ബ്രെയിൻ. കമ്പ്യൂട്ടർ മുഴുവൻ കാര്യവും ചെയ്യും. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി വചനം, ബാറ്ററി പൊട്ടിത്തെറിച്ച് സാംസങ് 7 ഗാലക്സി നിർത്തി. മെസ്സേജ് വന്നു കഴിഞ്ഞാൽ, ഈ സിസ്റ്റം ചൂടായാൽ ബാറ്ററി പൊട്ടിത്തെറിക്കും. തിരുവനന്തപുരത്ത് എയർപോർട്ട് വന്ന് നോക്കിയാൽ പറയാം, ചില വിമാനങ്ങളിനകത്ത് ലാപ്ടോപ്പ് കയറ്റത്തില്ല. കാര്യമെന്ത്? തിരുവനന്തപുരത്ത് നിന്ന് ദുബായിലേക്ക് വന്ന എമിറേറ്റ്സ് വിമാനം 350 പേർ. ഈ ചെറുപ്പക്കാരൻ ഒരുത്ത ലാപ്ടോപ്പ് അടിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്ത് കൊല്ലത്തുനിന്ന് ഒരുത്തർ വല്ലാത്ത മെസ്സേജ് സീറ്റിയിരിക്കുന്നവൻ അടിച്ചാൽ, ഈ ലാപ്ടോപ്പ് ചൂടായാൽ സെക്കൻഡുകൾ കൊണ്ട് പ്ലെയിൻ കത്തും. മിക്കവാറും എയർലൈനുകളിൽ ലാപ്ടോപ്പ് നിരോധിച്ചു. ലാപ്ടോപ്പ് ഇപ്പൊ അച്ചാറും ചമ്മന്തിയോടുകൂടെ ലഗേജിൽ ഇട്ടിരുന്നാൽ മതി. ഓഫ് ചെയ്ത് എല്ലാം ഓഫ് ചെയ്തേ കയറ്റത്തോളൂ. കാലം തീരാറായി. എന്തോ ഇവിടെ സംഭവിക്കാൻ പോകുന്നു. ബാറ്ററി പൊട്ടിത്തെറിച്ച സാംസങ് ഗാലക്സി പ്ലെയിനിന്റെ അകത്ത് പോലെ ലാപ്ടോപ്പ് കയറ്റുന്നില്ല. ഇതൊരു ദുഷ്കാലത്തിന്റെ നിവൃത്തിയിലേക്ക് ലോകം വരുന്നു. അങ്ങനെയെങ്കിൽ വരാൻ പോകുന്നു കമ്പ്യൂട്ടറിന്റെ 5ാമത്തെ പതിപ്പ്. എന്താ 5ാമത്തെ പതിപ്പ്? കമ്പ്യൂട്ടറിന് തലച്ചോറ് കിട്ടും, ബ്ലൂ ബ്രെയിൻ. ആ 5ാമത്തെ പതിപ്പ് വരുന്നതിന് മുമ്പ് സാത്താൻ ഒരു കളി കൊണ്ടുവന്നു. അതിന്റെ പേരാ ബ്ലൂ വെയിൽ. വല്ലവരും കേട്ടൊരു വല്ലതും ഉണ്ടോന്ന് കൈ ഉയർത്താം. പേടിച്ചു പോയി. സ്വത്രം. ബ്ലൂ വെയിൽ. ആരും ഇതിൽ കയറരുത്. WW ബ്ലൂ വെയിൽ, WW ട്വിറ്റർ ബ്ലൂ വെയിൽ. ഇത് എവിടുത്തെ കളി? റഷ്യയിലെ ഒരു ചെറുപ്പക്കാരൻ ഫിലിപ്പ് ബുഡാക്കിനുണ്ടാക്കി 50 ദിവസത്തെ കളിയാ ബ്ലൂ വെയിൽ. എങ്ങനെ കയറാം? ആദ്യത്തെ 7 ദിവസം സൈറ്റിലേക്ക് വാച്ച് ചെയ്യാം. റഷ്യയിലെ IP അഡ്രസ് കൊടുത്താൽ മതി. 7 ദിവസം സൈറ്റ് വാച്ച് ചെയ്യുന്നവനോട് പറയും, കയ്യിൽ ഒരു തിമിങ്ങലത്തെ വരയ്ക്കുവാൻ. 1ാമത്തെ ക്ലബ്. 7 ദിവസം കഴിഞ്ഞാൽ നല്ല ഹൊറർ ചിത്രങ്ങൾ. 14ാമത്തെ ദിവസം പറയും, കാലിലെ തള്ളവിരലിന്റെ അവിടെ ഒന്ന് മുറിച്ചിട്ട് രക്തം കാണിക്കണം. മരണത്തെ ഭയമില്ല. ശ്രദ്ധയോടെ. 21ാമത്തെ ദിവസം ചാറ്റ് ചെയ്യുന്ന പെങ്കൊച്ചിനോട് ചെറുക്കനോട് പറയും, കൈത്തണ്ട മുറിച്ചിട്ട് രക്തം പോസ്റ്റ് ചെയ്യും. മരണത്തെ ഭയമില്ല. മുഴുവൻ സമയം ബ്ലൂ വെയിൽ ക്ലബ്ബ് മെമ്പർ. ഇവനോട് മെസ്സേജ് കൊടുക്കും, വെളുപ്പിന് 4:30 എഴുന്നേക്കണം, തലവെട്ടുന്നത് കാണണം, അമ്മ അപ്പനെ ഒന്നും അനുസരിക്കരുത്. 4:30 കുഞ്ഞുങ്ങൾ എഴുന്നേൽക്കും. 27ാമത്തെ ദിവസം 6ന് കൂട്ടുക. 21-നെ 6 കൊണ്ട് കൂട്ടിയാൽ 27. 27ാമത്തെ ദിവസം പറയും, നിനക്ക് മരണത്തെ ഭയമില്ലെങ്കിൽ 2 നില കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ചാടുന്നതായിട്ട് അഭിനയിക്കണം. ചാടരുത്, പോസ്റ്റ് ചെയ്യണം. 27 കൂടെ 6. പുനലൂർ റെയിൽവേ സ്റ്റേഷനിൽ പോകണം. ട്രെയിൻ വരുമ്പോ പാളത്തിന്റെ മുമ്പിൽ കൂടെ നടക്കണം. ട്രെയിനിന്റെ മുമ്പിൽ ചാടരുത്. മരണത്തെ ഭയമില്ല. 33 വീട്ടിനകത്ത് കട്ടിലിൽ കസേരയിട്ട് ഫാനിനകത്ത് കെട്ടിത്തൂങ്ങി മരണം അഭിനയിക്കണം. മരിക്കരുത്. 39 മരണം അഭിനയിക്കണം. 45ാമത്തെ ദിവസം അടുത്തത് 5 ഏതെങ്കിലും കൊല്ലം കടപ്പുറത്ത് പോയി തിരമാലയുടെ മുമ്പിൽ നിന്നിട്ട് ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്യണം. മരണത്തെ ഭയമില്ല. ഇതാ സാത്താന്റെ കളി, ബ്ലൂ വെയിൽ. 45 ദിവസം കഴിഞ്ഞാൽ പിന്നെ 5 ദിവസം കൂടെ ഉള്ളു ക്ലബിൽ നിന്ന് ഔട്ടാവണം. ആ സമയത്ത് കുഞ്ഞുങ്ങളോട് പറയും, നിങ്ങൾ റൂമിൽ തന്നെ ഇരിക്കണം. അപ്പം വിളിച്ചാൽ തുറക്കരുത്, അമ്മ വിളിച്ചാൽ തുറക്കരുത്. ക്രിക്കറ്റ് കളി ഈ പിള്ളേർ വീഡിയോ കൈകോൽ അടിക്കും. സങ്കീർത്തനം 42 കൊച്ചിയർക്കൻ നല്ലതുപോലെ കളിക്കും. മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ എൻ്റെ ആത്മാവ് നിന്നോട് പറ്റിച്ചേരുവാൻ കാക്ഷിക്കുന്നു. സാത്താന്റെ ട്രാപ്പ്. 47 ദിവസമായി. ആ സമയത്ത് നമുക്ക് നല്ല സ്കോർ. കൊച്ചുങ്ങൾക്ക് ഭയങ്കര സന്തോഷം. 47ാം ദിവസം കഴിയുമ്പോൾ സച്ചിൻ വിക്കറ്റ് വീഴ്ത്തുന്ന 11 തിരിച്ചടിക്കും. എൻ്റെ ആത്മാവേ നീ ഉള്ളിൽ വിഷാദിച്ച് ഞരങ്ങുന്നതെന്ത്? സ്കോർ പോവും. ചെറുക്കനൊരു പേടി. ആ സമയത്ത് റഷ്യന്ന് മെസ്സേജ്, എടാ മോനെ,
മോനെ, ഒരു കമ്പ്യൂട്ടറിനോട് കളിച്ച് ജയിക്കാൻ പറ്റാത്ത നീ എങ്ങനെ ജീവിക്കും? അതുകൊണ്ട് നീ മര്യാദയ്ക്ക് മരിച്ചേക്കാൻ. ഒന്നീ കെട്ടിത്തൂങ്ങി മരിക്ക്, അല്ലെ വെള്ളത്തിൽ ചാടി മരിക്ക്, അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ട്രെയിനിന്റെ മുമ്പിൽ ചാട്. എത്ര പേർ മരിച്ചു? എത്ര ചാനലിൽ ബ്ലൂ വെയിലിനെ പറ്റി വന്നു? 2300 പേർ ഈ കളിയിൽ മരിച്ചു. കണ്ടില്ലേ? ആ കളി നടത്തിയ ചെറുപ്പക്കാരന്റെ പേരാ ഫിലിപ്പ് ബുഡാക്കിൻ. അവനെ റഷ്യൻ പോലീസ് അറസ്റ്റ് ചെയ്തു. അവനോട് ചോദിച്ചതാ, മോനെ നീ കളി നടത്തി 2300 പേരെ കൊന്നില്ലേന്ന്. അപ്പൊ അവൻ പറഞ്ഞ, ജീവിക്കാൻ താല്പര്യമില്ലാത്ത ഒരു ചത്തേന് നിങ്ങൾക്ക് എന്ത് വന്നു? സ്വോത്രം. അവൻ ചോദിച്ചതാ. മാരായമുട്ടത്ത് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോൻ, അവന് ഭാര്യയില്ല, മക്കളില്ല. മാരായമുട്ടത്ത് SI എന്നോട് പറയാം, കൈക്കകത്ത് ഇരിപ്പുണ്ടെന്ന്. ഒരു ബ്ലൂ വെയിൽ. കണ്ണൂരിൽ സാവന്ത്, ഇടുക്കിയിൽ ഒരു ചെറുപ്പക്കാരൻ. എത്ര പേര് കേരളത്തിൽ മരിച്ചു? അങ്ങനെയെങ്കിൽ ഫിലിപ്പ് ബുഡാക്കിനോടൊപ്പം സാത്താനെ ആരാധിച്ചൊരുവൻ തിരുവനന്തപുരം പട്ടണത്തിൽ. അവന്റെ പേരാ കാടൽ ജിൻസൺ രാജ. വല്ലവരും കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? കൈ ഉയർത്തുന്നില്ല, പേടിക്കണ്ട. ഒരു സഹോദരൻ 2 കുഞ്ഞുങ്ങൾ കൈ ഉയർത്തി. ദൈവം അനുഗ്രഹിക്കട്ടെ മക്കളെ. സ്വോത്രം. കണ്ടില്ലേ? ഇവരാരും പേപ്പർ വായിക്കത്തില്ല, ഇവർ ഒളിച്ചോട്ട വായിക്കുന്ന. കണ്ടില്ലേ? അതുകൊണ്ട് കുഴപ്പം പറ്റിയ. സ്വോത്രം. കാടൽ ജിൻസൺ രാജ ആരാ? പാളയം CSIയിലെ മെമ്പർ. അപ്പൻ അമ്മ ഡോക്ടർ പ്രൊഫസർ. സ്വന്തം പെങ്ങൾ എൻ്റെ പ്രസംഗം കേട്ട ഈ മോനെ പോലെ അവൾ ഡോക്ടറായിരുന്നു. ബന്ധു. എത്ര പേരെ കൊന്നു? 4 പേരെ കൊന്നു. തിരുവനന്തപുരം കവടിയാറിൽ 2 സുവിശേഷകരുടെ വീട്ടിന്റെ നടുവിൽ 3.5 കോടിയുടെ വീട്. ഞാൻ ഈ സമയത്ത് തമിഴ്നാട് ആറുകാണി പ്രസംഗിക്കാൻ പോയി. അവിടുത്തെ സഹോദരന്മാരെ കാണിച്ചു. 11 ഏക്കർ തോട്ട കാടൽ ജിൻസൺ രാജ. റെസ്റ്റ് ഹൗസ് മൊത്തം പൂട്ടിയിട്ടേക്കോ. കോടിക്കണക്കിന് റബ്ബർ. അമ്പൂരി ടുത്ത് ആറുകാണിയിൽ. എന്തിനു വേണ്ടി കൊന്നു? പേരൂർക്കട CI കന്റോൺമെന്റ് DYSP അവരോട് ചോദിച്ചു, മോനെ എന്തിനു വേണ്ടി? രാത്രി 12 മണിക്ക് ഒരാളെ കെട്ടി, 2 മണിക്ക് അടുത്താളെ കെട്ടി, 3 മണിക്ക് അടുത്താളെ കെട്ടി, 6 മണിക്ക് കെട്ടി. പ്രഭാതത്തിൽ 6 മണിക്ക് 4 പേരെ കണ്ണമായി കൊന്നിട്ട് പേരൂർക്കട പെട്രോൾ പമ്പിൽ നിന്ന് മേടിച്ച പെട്രോൾ ഒഴിച്ച് അവൻ കത്തിച്ചു കളഞ്ഞു. നാട്ടുകാർ മാനസിക രോഗി എന്ന് പറയും. അവയൊരു മാനസിക രോഗിയല്ല. തിരുവനന്തപുരം പട്ടണത്തിനകത്ത് കറുത്ത ജീൻസ് വിട്ട് ബുള്ളറ്റിനകത്ത് സാത്താനെ ആരാധിക്കുന്ന കാടൽ ജിൻസൺ രാജയെ പോലീസുകാർ ചോദ്യം ചെയ്തപ്പോൾ പറഞ്ഞതാ, മനുഷ്യനെ കൊന്നാൽ അവന്റെ ആത്മാവ് ശരീരത്തിൽ കയറുമെന്ന് പിശാച് പറഞ്ഞതുകൊണ്ട് സ്വന്തം അപ്പനെയും അമ്മയും പെങ്ങളെയും ബന്ധുവിന് പച്ചയ്ക്ക് വെട്ടിക്കൊന്ന തിരുവനന്തപുരം കണ്ട അഞ്ചലിനോട് ഇന്ന് രാത്രി അക്കമിട്ട് ദൈവദാസനാകുന്ന ഞാൻ പറയുന്നു, നാം പ്രതീക്ഷിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ അടുക്ക വാതിൽക്കലായിരിക്കുന്നു. ഇത് ചെയ്യേണ്ടത് അഞ്ചലത്തെ ദൈവമക്കള് രാത്രി കഴിവാറായി പകൽ അടുത്തിരിക്കുന്നു. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. സംഭവങ്ങൾ മുഴുവൻ കർത്താവിന്റെ വരവിനെ കാണിക്കുന്നു. അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നു. തടുക്കുന്നവൻ വഴിയിൽ നിന്ന് മാറിയാൽ അധർമ്മമൂർത്തി വെളിപ്പെടാറായി. കാടൽ ജിൻസൺ രാജയെ കണ്ട തലമുറ, തിരുവനന്തപുരം വാർത്ത വായിച്ച തലമുറയോട് ഇന്ന് രാത്രി അക്കമിട്ട് പറയുന്നു, അധർമ്മമൂർത്തി വെളിപ്പെടാൻ കാലമായി. എന്നാൽ അതിനു മുൻപ് കാത്തിരിക്കുന്ന മക്കളെ ചേർക്കുവാൻ കാന്തൻ മധ്യാകാശത്തിൽ വരും. ദൈവമക്കളുടെ പ്രത്യാശ വർദ്ധിക്കട്ടെ.